കൊല്ലാറിൽ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചിക്കൻ വറുത്തരച്ച് വരട്ടിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്തെടുത്തതാണ്. ആദ്യം ഈ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ചേർക്കേണ്ടത് 2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ചേർത്തത് കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാലപ്പൊടി, ഉപ്പ്. ഇപ്പോൾ ചിക്കൻ നന്നായി മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നമ്മളിപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ടതിന് ശേഷം ഉടനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങയിലേക്ക് സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലത്തിൻ്റെ ഒരു ചെറിയ പീസ്. സ്പൈസസ് ചേർക്കുമ്പോൾ എപ്പോഴും വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. സ്പൈസസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് തന്നെ ഒരു കുത്തലുണ്ടാവും. തേങ്ങ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് ഇനി ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. തേങ്ങ വറുക്കുന്നതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ കളറ് നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ഇനി ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്നുകൂടി ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് വറുത്തെടുക്കണം. ആ പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ വറുത്ത മിക്സ് നമ്മൾ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇനി വറുത്തരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചിക്കനിലെ വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ആ വറുത്തരച്ച മിക്സൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ വരട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ ചിക്കൻ്റെ കളറ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പം ചിക്കൻ്റെ കളറ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തരച്ച് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ചിക്കൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.